നമസ്കാരം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിന് പിന്നിൽ ഒരു പറ്റം നേതാക്കളുടെ താല്പര്യമുണ്ടായിരുന്നുവെന്ന് കെ സുധാകരൻ. തന്നെ എന്തുകൊണ്ട് മാറ്റിയെന്നത് പ്രസക്തമാണ്. തന്നോട് ചോദിച്ചോ തന്നോട് ചർച്ച ചെയ്തോ അല്ല KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത്. തൃപ്തിയോടെ അല്ല പടിയിറക്കുമെന്നും പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്നും കെ സുധാകരൻ തുറന്നടിച്ചു. പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷവും കോൺഗ്രസിലെ പൊട്ടിത്തെറി തുടരുകയാണ്. കെ സുധാകരൻ കൃത്യമായി അദ്ദേഹത്തിന്റെ പോയിന്റുകൾ പറഞ്ഞു വെക്കുകയുമാണ്. കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. അതിനോടൊപ്പം ശ്രീകുമാർ മനയിൽ കൊച്ചിയിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജും ശ്രീ നിസാം സെയ്ദും രണ്ടുപേരും രാഷ്ട്രീയ നിരീക്ഷകരാണ്. കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്ത്? ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജേക്കബ് ജോർജ്, കെ സുധാകരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അനുയായിയും ഒക്കെയായ കെ സുധാകരന് ശേഷം തൊട്ടു പിന്നാലെ കണ്ണൂർ DCC പ്രസിഡന്റായ സണ്ണി ജോസഫാണ് പുതിയ KPCC പ്രസിഡന്റ്. അത് ആ ചോയ്സ് സുധാകരനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലെ സങ്കടം മാറുന്നില്ല. അദ്ദേഹം വ്രണിത ഹൃദയനാണ്. എന്നെ മാറ്റിയത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് വീണ്ടും ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ, ഓരോരോ ക്യാമറകൾക്ക് മുമ്പിലായി കെ സുധാകരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ഇത് കോൺഗ്രസിൽ സംഭവിക്കുന്നതല്ല, സുധാകരൻ ആണ് കാര്യങ്ങളൊക്കെ സംഭവിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം സുധാകരൻ എപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഒരു സ്ഥാനം വേണം. ആ സ്ഥാനത്ത് കയറി ഇരുന്നാൽ KPCC പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. 4 വർഷം അദ്ദേഹത്തിന് സ്ഥാനമാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ AICCയിലെ പ്രത്യേക പ്രതിനിധിയായി എടുത്തു. പക്ഷേ എന്നിട്ട് കേരളത്തിന്റെ ചുമതലയും കൊടുത്തു. അതിന് വളരെ പരിഹാസത്തോടു കൂടിയാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ എനിക്ക് കേരളത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിലൊരു യുക്തി ഉണ്ട് തന്നെ. അത് അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇങ്ങനെ ജീവിതകാലം മുഴുക്കിയിരിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ആളാണ്. അത് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം ചില്ലറയല്ല അഭിലാഷ്. കാരണം അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതായിരുന്നു KPCC പ്രസിഡന്റ് സ്ഥാനം കൈ കിട്ടിയത്. അവിടെ ഇരുന്ന് 4 കൊല്ലമല്ലേ ആയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും, പ്രത്യേകിച്ച് ഒരു മിഡിൽ ലെവൽ നേതാക്കന്മാർ മടുത്ത് കാണണം. VD സതീശൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ. VD സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതിനോട് യോജിക്കുന്ന, പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് യോജിക്കുന്ന ഒരു KPCC പ്രസിഡന്റ് ഉണ്ടായ കൊള്ളാം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പലർക്കുമുണ്ട്. ചിലർക്ക് അവർക്ക് തന്നെ KPCC പ്രസിഡന്റ് ആകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആവുകൂടി പല തട്ടിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം. അതിനിടയ്ക്ക് സുധാകരൻ ഇപ്പോഴും ഇതുപോലെയൊക്കെ പറയാനുള്ള ഒരു സാവകാശം, ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. അത് കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് എത്ര കാലം കോൺഗ്രസ്സുകാർ ഇത് സഹിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെയാണെങ്കിലും പുതിയ നേതൃത്വം വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം, പാരമ്പര്യം എന്ന് പറയുന്നത് പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ അണിനിരക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കറിയാം, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു ഭാവിയും ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് സുധാകരൻ ഇങ്ങനെ 2-3 ദിവസം കൂടെ അദ്ദേഹത്തിൻ്റെ സങ്കടമൊക്കെ പറഞ്ഞും ടെലിവിഷനിൽ വന്നൊക്കെ പറഞ്ഞു തീർക്കാൻ നോക്കും. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ വഴിക്ക് പോകും എന്ന് തന്നെയാണ് എനിക്ക് കരുതാൻ കഴിയും. ശ്രീകുമാർ മനയിൽ, ഇത് കേവല സങ്കടം പറച്ചിലാണോ? കോൺഗ്രസിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ, പ്രവർത്തക സമിതിയിൽ കേരളത്തിന്റെ ചുമതലയോടുകൂടി കെ സുധാകരൻ ഒരു ഇരിപ്പിടം കിട്ടുകയാണ്. പക്ഷെ അദ്ദേഹം അത് ഒരു വക്രബുദ്ധി ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് കേരളത്തിന്റെ ചുമതലയോടുകൂടി CWCയുടെ ഭാഗമായി പ്രവർത്തിക്കാം, KPCC പ്രസിഡന്റായിട്ടും പ്രവർത്തിക്കാം, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ മാറ്റുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു കാര്യം എന്ന് കെ സുധാകരൻ മനസ്സിലാക്കുന്നു. അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. തൃപ്തിയോടെ അല്ല ഞാൻ എൻ്റെ പദവി മാറിയത് എന്ന് മുൻ KPCC പ്രസിഡന്റ് പറയുമ്പോൾ, മാറ്റിയിട്ട് പോലും, അല്ലെങ്കിൽ പുതിയ ഒരു നേതൃത്വം വന്നതിന് ശേഷം പോലും കെ സുധാകരനെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിന് എന്നുള്ളത് വ്യക്തമാണല്ലോ. അഭിലാഷ്, ഇതിനകത്ത് 2 കാര്യം പറയാം. ഒന്ന്, സുധാകരനെ ഈ 1 വർഷം 10 മാസം മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ള സമയത്ത് മാറ്റേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അതിനൊരു പ്രസക്തിയില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ശ്രീ സുധാകരൻ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അതൊരു ജലരേഖയായി മാറാനാണ് സാധ്യത. കാരണം കോൺഗ്രസ് ഇനി തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വരാൻ 2 തെരഞ്ഞെടുപ്പുകൾ, 10 മാസത്തിനുള്ളിൽ 2 നിർണായക തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് നേരിടണം. അപ്പോൾ അതിലേക്കുള്ള മൂവ്മെൻറ്റിലേക്ക് പോവുകയാണ് കോൺഗ്രസ് എന്നുള്ളതുകൊണ്ട് സുധാകരൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിലോ തുറന്നു പറച്ചിലോ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനമൊക്കെ എനിക്ക് തോന്നുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒടുങ്ങാനാണ് സാധ്യത. അതിൽ ജേക്കബ് ജോർജ് സാറ് പറഞ്ഞാണ് കുറച്ചുകൂടെ സത്യം, കാരണം കുറച്ചുകൂടെ വസ്തുതയുള്ളത്. കാരണം ഇനി സുധാകരൻ്റെ അസംതൃപ്തിക്കൊന്നും കോൺഗ്രസിൽ പ്രസക്തിയില്ല. കാരണം അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിക്കഴിഞ്ഞ് പുതിയ KPCC അധ്യക്ഷൻ സ്ഥാനം ഏറ്റെടുത്തു.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാന്യമായ ഒരു പൊസിഷൻ നൽകി. അതുകൊണ്ട് ഇനിയിപ്പോൾ സുധാകരൻ്റെ പ്രതിഷേധ പ്രകടനത്തിന് എത്ര കണ്ട് കോൺഗ്രസ് സ്പേസ് ഉണ്ടാവും, ആരൊക്കെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ഇനി ഇത്തരം പ്രതിഷേധങ്ങൾക്കുള്ള ഇടം കോൺഗ്രസ്സിലില്ല. കാരണം അതിൻ്റെ കാലപരിധിയും സമയപരിധിയും കഴിഞ്ഞു. 10 മാസമേ ഇനി 2 തെരഞ്ഞെടുപ്പുകൾക്കായി ബാക്കിയുള്ളൂ. അത് വിധി നിർണായകമായ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് എന്നുള്ള പാർട്ടി കേരളത്തിൽ ഇതുപോലെ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് ആ സമയത്ത് ഉയരുന്നത്. അങ്ങനെ വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് പാർട്ടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമല്ലേ നടത്തേണ്ടത്? ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത് എന്താണ്? എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെ മാറ്റം, അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്യാമായിരുന്നു. അദ്ദേഹം AICCയുടെ ആസ്ഥാനത്തും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായും ഒക്കെ ചർച്ചകൾ നടത്തിയതാണ്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും നന്നായി ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. അതിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. ആ സമയത്ത് കൃത്യമായ ഒരു മെസ്സേജ് കൺവേ ചെയ്യാമായിരുന്നു, അദ്ദേഹത്തോട് പറയാമായിരുന്നു മാറണം, ഇതാണ് സാഹചര്യം. അങ്ങനെ ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം. അദ്ദേഹത്തോട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഒരു അധ്യക്ഷനെ പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പുതിയ അക്കോമഡേഷൻ അദ്ദേഹത്തിന് കൺവിൻസിംഗ് ആയി നൽകിയില്ല. മൂന്നാമത്തെ കാര്യം. അപ്പോൾ കെ സുധാകരനെ പോലെ ഒരു നേതാവിനെ ഇങ്ങനെ ഈ തരത്തിൽ അനുനയിപ്പിക്കാതെ പുറത്തേക്ക് അയക്കണമായിരുന്നോ എന്ന പ്രശ്നമുണ്ടല്ലോ. എന്തുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യം കൃത്യമായ നിലയിൽ ചെയ്തില്ല എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അല്ല, ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല അഭിലാഷ. കാരണം അദ്ദേഹത്തോട് പറയാതെയും അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാതെയും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയെന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ലെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് തന്നെ പലതവണ അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹത്തിനോട് മാറേണ്ടി വരും എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം മാറാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ കണ്ണും തിരിഞ്ഞ് നിൽക്കുമ്പോൾ സുധാകര നിങ്ങൾ പോയിക്കോ, നമ്മൾ പത്ര കാണാറില്ലേ ചില ആൾക്കാരെ പുറത്താക്കണേ ആ കസേര എടുത്ത് മാറുന്ന പരിപാടി, അതുപോലെയൊന്നും കോൺഗ്രസ്സിൽ അങ്ങനെയൊന്നും നടക്കില്ല. കാരണം വെച്ചാൽ അത് മാസങ്ങളായിട്ട് ഈ പ്രോസസ്സിങ് നടക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട്, മല്ലികാർജ്ജുന ഖാർഗെയും പറഞ്ഞിട്ടുണ്ട്, KC വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാറേണ്ടി വരും, അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തെ മാറ്റണോ വേണ്ടായിരുന്നു എന്നുള്ള ഞാനിപ്പോഴും ഒരു ഡിസഗ്രിമെൻറ്റ് പോയിൻ്റായിട്ട്. കാരണം അദ്ദേഹത്തെ ഉടനെ ഇപ്പോൾ മാറ്റേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ആ പ്രോസസ്സിങ്, അതിൻ്റെ ഓൺ ഗോയിങ് പ്രോസസ്സിങ് അതുവഴി പോകും. പിന്നെ ഒരാളെ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇക്കാര്യം സംസാരിച്ചില്ല, അദ്ദേഹത്തോട് മാറ്റിയില്ല എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ സുധാകരനോട് പറയാതെ അദ്ദേഹത്തെ മാറ്റി സണ്ണി ജോസഫിനാക്കിയെന്നും പറയുന്നതൊന്നും അത്ര വിശ്വാസയോഗ്യ കാര്യമല്ല. അങ്ങനെ കോൺഗ്രസ് ഒരിക്കലും സംഭവിക്കാറില്ല. അത് കൃത്യമായി ബോധ്യപ്പെടുത്തി നിങ്ങൾ മാറേണ്ടി വരുമെന്ന് ബോധ്യപ്പെടുത്തി തന്നെയാണ് മാറ്റാറുള്ളത്. പക്ഷേ ഇനി സുധാകരൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇനി യാതൊരു പ്രസക്തിയില്ല കോൺഗ്രസിൽ. കാരണം അദ്ദേഹത്തിന് അസംതൃപ്തി ഉണ്ടെങ്കിൽ തന്നെ കോൺഗ്രസിന് മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ, തെരഞ്ഞെടുപ്പിലെ നേരിടാതിരിക്കാൻ കഴിയില്ലല്ലോ, പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, ഭരണം പിടിക്കാനുള്ള ഉദ്യമത്തിലേക്ക് തിരിച്ചു വരാനിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സുധാകരൻ അസംതൃപ്തി ഒരു വശത്ത് നിൽക്കുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ പോയേ പറ്റൂ. അസംതൃപ്തി അവിടെ നിൽക്കട്ടെ എന്ന് വയ്ക്കാന്നല്ല വേറെ ചെയ്യാനില്ല കാര്യത്തിൽ. അതിപ്പോൾ സുധാകരനല്ല വേറൊരാളാണെങ്കിലും പരിഗണിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ചോദ്യം കോൺഗ്രസ്സുകാർ അതിന്റെ അണികളും ഉയർത്തുമായിരിക്കും. പക്ഷെ വളരെ കൃത്യമായ കേഡർ പിന്തുണയുള്ള നേതാവാണ് കെ സുധാകരൻ. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് ബാഹ്യമായ നിലപാടെടുത്താൽ ആ കേഡർ പിന്തുണ അതുപോലെ നിലനിൽക്കില്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഷിനിസാം സെയ്ദ്, കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ തീരുമാനങ്ങൾ വരേണ്ടതെന്ന ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ? ആന്റണി KPCC പ്രസിഡന്റ് ആകുമെന്ന് അദ്ദേഹത്തോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പടക്കവും മധുരപലഹാരവും ബാൻഡ് സംവിധാനവും വരെ സെറ്റ് ചെയ്തതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞാൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഒരു നേതാവിനോട് പറഞ്ഞതിന് ശേഷം വേറൊരു നേതാവിനെ KPCC പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനത്തെയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിക്കാണും കേട്ടോ. ഈ തരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ 10 മാസം തികച്ചില്ലാത്ത സമയത്ത് വ്രണിത ഹൃദയനായ മുൻ KPCC പ്രസിഡന്റ് എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്കൊക്കെ നേതൃമാറ്റത്തെ കോൺഗ്രസ് കൊണ്ടുചെന്ന് എത്തിക്കണമായിരുന്നോ? സുധാകരനെ എന്തുകൊണ്ട് കോൺഗ്രസ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരവാണ് അദ്ദേഹം ഇന്ന് നൽകിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ഒരു സ്ഥിരതയില്ലായ്മ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്. KPCC പ്രസിഡൻ്റായി അദ്ദേഹം നിന്നപ്പോൾ തന്നെ പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും ഒരു കൺസിസ്റ്റൻസിയുടെ എലമെൻറ്റ് വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് അവസാന കാലത്ത് ബോധ്യമായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് കൃത്യമായ 2 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റിനെ മാറ്റണമെന്നുള്ള തീരുമാനത്തിലേക്ക് AICC എത്തുന്നത്. സുനിൽ കരകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വ്യാപകമായ അഭിപ്രായ ശേഖരണം നടത്തി. അവർ എത്തിച്ചേർന്നത് കേരളത്തിൽ ഒരു നേതൃമാറ്റം അനിവാര്യമാണ്. അത് സുധാകരൻ്റെ പ്രവർത്തന ദൂഷ്യം കൊണ്ട് മാത്രമല്ല, പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ടല്ല, മറിച്ച് സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്നുള്ള പ്രതിച്ഛായ കോൺഗ്രസിന് നിലനിർത്തുവാൻ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റം സംസ്ഥാന തലത്തിൽ ആവശ്യമാണ് എന്നൊരു റിപ്പോർട്ടാണ് സുനിൽ കനകോലു നൽകിയതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്.
അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കേരളത്തിലൊരു നേതൃമാറ്റം അനിവാര്യമാണ് എന്നൊരു റിപ്പോർട്ടാണ് AICCക്ക് നൽകിയത്. അത്തരം ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് AICC KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് മുൻപുള്ള 2 പ്രസിഡന്റുമാരെ മാറ്റിയതിനേക്കാൾ വളരെ ഓണറബിൾ ആയിട്ടുള്ള ഒരു എക്സിറ്റാണ് അദ്ദേഹത്തിന് AICC നൽകിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. മറ്റ് 2 KPCC പ്രസിഡന്റുമാരുടെയും മാറ്റത്തിന് മുമ്പ് വലിയ തെരഞ്ഞെടുപ്പ് തോൽവികൾ ഉണ്ടായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് VM സുധീരന്റെ നേതൃത്വത്തിലാണ്. 2 KPCC പ്രസിഡന്റുമാരും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തോറ്റു. ഇവിടെ കെ സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ തോറ്റു എന്ന് പറയാനൊന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തോക്കുന്നത് മാത്രമല്ലല്ലോ ഒരു പാർട്ടിക്ക് നേതൃമാറ്റത്തിനുള്ള കാരണമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോക്കാതിരിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണല്ലോ. അത്തരം ചില സാഹചര്യങ്ങളുണ്ട് എന്ന് കൃത്യമായ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പോലും സുധാകരനെ വിളിച്ച് കൃത്യമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ആ മെസ്സേജ് കൺവേ ചെയ്യുക ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് പുറമേ നിന്നും ബോധ്യമാകുന്നത്. അന്ന് അവർ നടത്തിയ കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെൽ മീറ്റിംഗ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുവന്ന് തിരിച്ച് വണ്ടിയിൽ കയറ്റി വിടുന്ന ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. മറ്റൊരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ കാര്യത്തിലും അത്തരം നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ കൃത്യമായി അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ച് അദ്ദേഹം അത് ഏതാണ്ട് അംഗീകരിച്ച് തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില ബാഹ്യ സമ്മർദ്ദങ്ങളാലാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം തന്നെ നീക്കാതിരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയി. അതിന് വലിയ ആസൂത്രിതമായ ശ്രമങ്ങളും നടന്നു. ആസൂത്രിതമായ പല തലത്തിലുള്ള ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങളുടെ ഫലമായി AICC തീരുമാനിച്ചിരുന്ന പ്രസിഡന്റിനെ ആളെ മാറ്റി മറ്റൊരാളെ പ്രസിഡന്റ് ആക്കേണ്ട സാഹചര്യമൊക്കെ അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ എങ്കിൽ പോലും സുധാകരനെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി നിലനിർത്തിക്കൊണ്ടാണ് ഏതാണ്ട് കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ റോളുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. AICC ഒരാളെ തീരുമാനിച്ചിട്ട് വേറൊരാളെ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഇതിപ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന കൂട്ടാണ്. ഒരു കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇപ്പോ കെ സുധാകരൻ തന്നെ പറഞ്ഞു സണ്ണിയെ ആക്കിയത് എന്റെ വളരെ അടുത്ത ജോലിക്കാരനാണ് എന്നുള്ളത് വെച്ചാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ ഇതാ ആക്കിയ ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയേ ഇല്ല, അവർക്കത് അറിയ പോലും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ എന്തിനാണ് സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കിയത്? അത് കെ സുധാകരന്റെ അടുത്ത അനുയായി ആയതുകൊണ്ട് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ചില ആളുകൾ പറയുന്നു. തീരുമാനമെടുത്ത ആളുകൾക്ക് അങ്ങനെ ഞാനും സണ്ണിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത ആളുകളാണ് തീരുമാനമെടുത്തതെന്ന് കെ സുധാകരൻ പറയുന്നു. അപ്പോൾ ആരെ ബോധിപ്പിക്കാനായിരുന്നു? അതാണ് സുധാകരന് പല കാര്യങ്ങളും ബോധ്യമാകുന്നില്ല എന്നുള്ളത് തന്നെ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണമായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും, ഇനി ഭാവിയിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ എന്തെങ്കിലും രീതിയിൽ ഒരു മടുപ്പോ നൈരാശ്യമോ കെ സുധാകരൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ മലവട്ടത്ത് സംഘർഷമുണ്ടായ സ്ഥലത്ത് വളരെ ആവേശോജ്വലമായ പ്രസംഗം നടത്തി അദ്ദേഹം അണികളെ ആവേശം കൊള്ളിക്കുകയും ഞാൻ പിണറായി വിജയനെതിരെയുള്ള സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടാകും, പടക്കുതിരിയായി ഉണ്ടാകും എന്നൊക്കെയുള്ള സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. പിന്നെ ഇതെങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നമുക്കറിയാം ഒരു ഇടതുപക്ഷ മുന്നണി അധികാരത്തിലിരിക്കുന്ന അവർ പിണറായി വിജയൻ 3.0 എന്നൊക്കെയുള്ള വലിയ വീരവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവർ അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടു കൂടി അറിയാം അതൊരു വലിയ വെല്ലുവിളിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അവർക്ക് തികച്ചും എതിരാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ, ഓരോ തെരഞ്ഞെടുപ്പല്ല കുറേ തെരഞ്ഞെടുപ്പുകളായി കേരളത്തിലെ രാഷ്ട്രീയ മാപിനി അളക്കുന്ന ഏത് അളവുകോല് വെച്ച് അളന്നാലും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം. കേരളത്തിൽ ഏറ്റവും കൃത്യമായി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്ന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്, കുറേ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതാണ്ട് സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായ ഒരു രാഷ്ട്രീയ മത്സരം നടന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ചേലക്കരയിൽ കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയും കൃത്യമായി ഏറ്റുമുട്ടി. LDF വിജയിച്ചു. LDF വിജയിക്കുമ്പോഴും 39,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായതിനെ തുടർന്ന് അത് 12,000 വോട്ടായിട്ട് കുറയാണ്. ഭൂരിപക്ഷത്തിലുണ്ടായ വ്യത്യാസം 27,199 വോട്ടുകളുടെയാണ്.
27,099 വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു മണ്ഡലത്തിൽ കുറഞ്ഞാൽ കേരളത്തിൽ LDFന് അത് പക്ഷേ 24 സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ന് പറയുന്ന മണ്ഡലം എല്ലാ അതാണ് കേരളത്തിലെ രാഷ്ട്രീയ 40,000 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ ഈ അതാണ് 2016 നോക്കൂ, ഇതേ അവിടെ പ്രദീപ് അവിടെ ജയിച്ച ഭൂരിപക്ഷം ക്ലോസ് ആയി വന്നു ഇത്തവണയും. അതിനു മുമ്പ് നമുക്കറിയാം 96 മുതൽ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം പരിശോധിക്കും. എന്നൊരു കാര്യം വെച്ചിട്ട് നമ്മള് മൊത്തം രാഷ്ട്രീയ മാറ്റം എന്ന് കരുതാമോ? ഇടുക്കി പോലെയുള്ള ജില്ലകളിലെ ഉടുമ്പൻചോല പോലും 39,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ ഇനി 12,000 വോട്ടിന് ഈ പറയുന്ന മണ്ഡലങ്ങളൊക്കെ LDF ജയിച്ചാൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം കുറച്ചിട്ട് എന്താ കാര്യം? ജയിക്കണ്ടേ? സിറ്റിംഗ് സീറ്റ് പിടിക്കണ്ടേ? ഉണ്ടാവില്ല. 27,199 വോട്ട് കുറഞ്ഞാൽ അവർക്ക് ജയിക്കാൻ കഴിയുന്ന കേവലം 24 മണ്ഡലങ്ങളാണ്. 24 മണ്ഡലങ്ങളുടെ എണ്ണം ഞാൻ പറയാം. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഏകദേശം യാഥാർത്ഥ്യമാണെന്ന് അഭിലാഷ സമ്മതിക്കല്ലോ. 5,000 വോട്ട് ഒരു മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം മൂലം ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെട്ടാൽ 34 സീറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെടും. അതായത് 41-ൽ നിന്നും 75ആയി UDFന്റെ സീറ്റുകൾ വർദ്ധിക്കും. 5,000 വോട്ട് മാത്രം പറഞ്ഞത് 10,000-ൽ താഴെ വോട്ടുകൾക്ക് UDF തോറ്റ 34 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ 34 മണ്ഡലങ്ങൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ 5,000 വോട്ട്. നമ്മുടെ വിഷയം അതല്ല. എന്തായാലും ഭരണവിരുദ്ധ വികാരം എത്രമേൽ പ്രതിഫലിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ. ശരി, അതുകൊണ്ട് ഈ മാറ്റങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ ബാധിക്കില്ല എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ LDFനുള്ള ഏക ആയുധം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. LDFനുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തെ, ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ മറികടക്കാൻ LDFനുള്ള ഏക ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഐക്യമില്ല എന്നുള്ള ഒരു പ്രതീതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സഹായകമായ നിലപാടാണ് സുധാകരൻ എടുക്കുന്നത് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. പക്ഷെ ആ നിലപാടിന് ആ നിലപാട് എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല, എനിക്ക് യാതൊരു വിശ്വാസമില്ല. ആ നിലപാട് വളരെ നേരത്തെ തന്നെ ഒതുങ്ങും. സുധാകരനും കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വരും. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വലിയ പരിക്കില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ. സുധാകരൻ ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ശ്രീ ജേക്കബ് ജോർജ്, പുതിയ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഇപ്പൊ കനുകോലുവിന്റെ റിപ്പോർട്ട് ഇവിടെ നേരത്തെ ശ്രീ നിസാം സെയ്ദ് ഉദ്ധരിക്കുകയുണ്ടായി. ഒരു കത്തോലിക്ക ക്രിസ്ത്യൻ കോൺഗ്രസിന്റെ തലപ്പത്ത് വരുന്നു. അപ്പോൾ കൺവീനറായി കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായം വരുന്നു. അപ്പോൾ അതുപോലെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ, അതുപോലെ UDF കൺവീനറുടെ നിയമനത്തിൽ ഈഴവ, മുസ്ലിം, ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. ക്രിസ്ത്യൻ ഒരു പ്രസിഡന്റായി വരുന്നു. അപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും ഒരു പ്രതിനിധി വെച്ച് എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരു സംസ്ഥാനത്ത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു ഗുജ്ജാർ അല്ലെങ്കിൽ ഒരു മീണ ഇന്ന പൊസിഷനിൽ വരുന്നു. അപ്പോൾ ഈ സാമുദായിക ബാലൻസിംഗ് ഒക്കെ ഈ തരത്തിൽ നോക്കുന്നത് മാതിരി കേരളത്തിൽ നായർ, ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം, ദളിത് പ്രാതിനിധ്യം കോൺഗ്രസ് ഉറപ്പാക്കിയിരിക്കുകയാണ്. കനുകോലുവിൻ്റെ റിപ്പോർട്ടും ഒക്കെ അതിന് ബോൽബലകമായിട്ടുണ്ടാവും. ഈ അത്തരത്തിലുള്ള ടോക്കണിസം കൊണ്ട് ഈ പറയുന്ന സമുദായങ്ങളുടെയൊക്കെ പിന്തുണ കിട്ടും എന്നൊക്കെയുള്ളത് കേരളത്തിലെ ഈ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു അറിവിൻ്റെ പ്രതിഫലനമാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആ കണക്കുകൂട്ടലേ ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ കോൺഗ്രസ് ഇവിടെ വളർന്നു വന്നത് KSUവിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ കേരളത്തിൽ വേരൂടിയത്, ശക്തി പ്രാപിച്ചത്. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, 1967 കേരളം ഉൾപ്പെടെ ദേശീയ തലത്തിൽ കുറേ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്, ഒറീസ, പഞ്ചാബ്, ഇവിടെ എല്ലാം കോൺഗ്രസ് തോറ്റു. അവിടെ ഒന്നും കോൺഗ്രസ് തിരിച്ചു വന്നില്ല. എങ്കിലും ഇവിടെ കേരളത്തിൽ വന്നു. കാരണം കേരളത്തിൽ കോൺഗ്രസിന് വേരോട്ടമുണ്ട്. അതിന് കാരണം അഭിലാഷേ, സമുദായങ്ങൾക്കെതിരെ ശക്തമായ നിലയുറപ്പിച്ച ഒരു കോൺഗ്രസ് പാർട്ടി എന്ന നിലയിലാണ് കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു വേരോട്ടം നേടിയത്. അല്ലാതെ ഒരു സമുദായത്തിൻ്റെയും ഒരു സമുദായ നേതാക്കളുടെയും തിണ്ണ നിരങ്ങിയല്ല കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തിയെടുത്തത്. പക്ഷേ കനകോലുവോ ആരൊക്കെയാണെങ്കിലും ഇന്നത് മറന്നു എന്നുള്ളതൊരു വസ്തുതയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം KSU പിള്ളേരെ, യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാരെ ഒരു കാലത്ത് MA ജോണൊക്കെ പഠിപ്പിച്ചത് നമ്മളാരും നിങ്ങളാരും സമുദായത്തിന് തിണ്ണ നിരങ്ങരുത് എന്ന് തന്നെയാണ്. കേരളത്തിൽ 72 വിദ്യാഭ്യാസ സമരം കത്തോലിക്ക സമുദായത്തിനെതിരെയുള്ള സമരമായിരുന്നു. ഞാനിവിടെ പല തവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന ചരിത്രവും കൂടിയാണത്. അപ്പോൾ അതായിരുന്നില്ല വിഷയം, പോട്ടെ. പക്ഷേ സണ്ണി ജോസഫ് നല്ല നേതാവാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും തല ഉയർന്ന നേതാവാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം അങ്ങനെയല്ല. തീർച്ചയായിട്ടും കോൺഗ്രസിൽ നല്ല പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ട്. ഇപ്പോഴത്തെ ചോയ്സ്
കത്തോലിക്കനായ സണ്ണി ജോസഫാണ്. അത് കത്തോലിക്കനായ എന്നുള്ള വിശേഷണം ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം കോൺഗ്രസ്സിന് അല്ലാതെ തന്നെ കേരളത്തിൽ ഒരു സെക്കുലർ നിറമുണ്ട്, ഒരു സെക്കുലർ മുഖമുണ്ട്. ആ മുഖം വെച്ചായിരുന്നു നേരിടേണ്ടത്. പക്ഷെ സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തത് കത്തോലിക്കനാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിയെ ക്രിസ്ത്യാനിയായിട്ടോ AKANയുടെ ഒരിക്കലും ആരും കേരളത്തിലായിരുന്നു ക്രിസ്ത്യാനിയായിട്ട്. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, പലതരത്തിൽ ഉൾപ്പിരിവുകൾ നിറഞ്ഞതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്കുകൾ നോക്കിയാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ പലയിടത്തും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈവൻ പഞ്ചായത്ത് തിരിച്ചുപോലും നമുക്ക് ചില മലയോര മേഖലകളിൽ അത് പറയാവുന്നതാണ്. കേരള കോൺഗ്രസിന്റെ ഷിഫ്റ്റ് അതിലൊരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. അപ്പോൾ ക്രിസ്ത്യൻ പിന്തുണ കുറയുന്നു. ക്രിസ്ത്യൻ പിന്തുണയുള്ള ഒരു വിഭാഗം LDFൽ വളരെ ശക്തമായി നിൽക്കുന്നു, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, കാസ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തന ഫലമായി ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗം എങ്കിലും BJPക്ക് അനുകൂലമായി തിരിയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കൊരു ടെസ്റ്റ് കേസ് ആയി എടുക്കാവുന്നതാണ്. അപ്പോൾ LDFിലേക്കും BJPയിലേക്കും ക്രിസ്ത്യൻ വോട്ടുകൾ ചടിക്കുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ അതിനെ തടയിടുക കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ബാലൻസ് വളരെ കൃത്യമായി വരുന്നതാണ്. ആ സമയങ്ങളിലാണ് വലിയ വിജയം കോൺഗ്രസ് നേടിയിട്ടുള്ളതും. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ സംഭവിച്ചിരിക്കുന്ന ഈ ഷിഫ്റ്റ് LDFിലേക്ക് ഒരു ഭാഗം, BJPയിലേക്ക് മറ്റൊരു ഭാഗം എന്ന ഷിഫ്റ്റ് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ആലോചനയ്ക്ക് പിന്നിൽ. അതെ, അത് അപകടകരമാണ്. കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ സമുദായം എന്ന് മാത്രമല്ല, പൊതുവേ കേരളത്തിലെ വോട്ടർമാർ BJPയിലേക്ക് അല്പാൽപ്പം ചരിയുന്നു എന്നുള്ളതൊരു വിഷയം തന്നെയാണ്, ഒരു സത്യാവസ്ഥയാണ്. കോൺഗ്രസ് മനസ്സിലാക്കേണ്ട വെല്ലുവിളിയാണ്. അതിനൊരു ക്രിസ്ത്യാനിയെ പ്രസിഡന്റ് ആക്കുകയായിരുന്നില്ല വേണ്ടത്, സംഘടന പ്രൊഫഷണലായിട്ട് ശക്തിപ്പെടുത്തുകയായിരുന്നു. അതിന് സണ്ണി ജോസഫാണ് ഉതകുന്നതെങ്കിൽ സണ്ണി ജോസഫ്, അത് കാര്യം വേറെ. ഞാൻ പറയുന്നത് കേരളത്തിൽ സംഘടന കെട്ടിപ്പടുക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നിർണായകമാണ്. അഭിലാഷേ, അടുത്ത തെരഞ്ഞെടുപ്പ് 2 തവണ പരാജയപ്പെട്ട കോൺഗ്രസ് പാർട്ടിയാണ്, 2 തവണ പരാജയപ്പെട്ട UDF ഐക്യജനാധിപത്യ മുന്നണിയാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇവിടെ ജയിക്കുകയല്ലാതെ കോൺഗ്രസിന് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് പോലെയുള്ള ഘടകകക്ഷികൾ ഇങ്ങനെ താഴെ നിൽക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാൻ മേലാതെ. അതുകൊണ്ട് സമർത്ഥമായ, ശക്തമായ, ഊർജ്ജസ്വലമായ നേതൃത്വം വേണം. എൻ്റെ അഭിപ്രായം, അതിന് സുധാകരൻ അത്ര നല്ല നേതാവായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിനോട് നീങ്ങണം എന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടത് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ്സിന് സംഘടന ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള ഒരു പുതിയ നേതാവിനെ വേണമെന്ന് ഹൈക്കമാൻഡ് കണ്ടു. അത് അങ്ങേയറ്റം ശരിയാണ്. ആ അനുസരിച്ച് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോയത്. ഇനിയിപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി, സീറ്റ് വിഭജനം വരുന്നു. അവിടെയൊന്നും ഈ സുധാകരൻ്റെ മുൻ KPCC അധ്യക്ഷൻ്റെ ജൽപ്പനങ്ങൾക്കും വിലാപങ്ങൾക്കും ഒരു വിലയും ഉണ്ടാവില്ല അഭിലാഷേ. അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. കാരണം അവർക്കൊക്കെ കോൺഗ്രസ്സുകാർക്ക് സീറ്റ് വേണം, കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കണം, കോൺഗ്രസിൻ്റെ അണികൾക്ക് കോൺഗ്രസിനെ ജയിപ്പിക്കണം, പഞ്ചായത്ത് പിടിച്ചെടുക്കണം, ഭരണം പിടിച്ചെടുക്കണം, സംസ്ഥാന നിയമസഭയുടെ ഭരണം പിടിച്ചെടുക്കണം. പണ്ട് കേരള കോൺഗ്രസ്സുകാരെ ഓടിച്ചു വിട്ടല്ലോ, അതും കോൺഗ്രസ് നേതൃത്വമാണ്. അത് ബുദ്ധിയോട് കാണിച്ച കോൺഗ്രസ് നേതൃത്വം ഉണ്ടിവിടെ, അത് ഓർക്കണം. അതുകൊണ്ട് അത്തരം മണ്ടത്തരങ്ങൾ ആവർത്തിക്കാതെ മുന്നണി ശക്തിപ്പെടുത്താൻ, സംഘടന ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള നേതൃത്വം വരണം. അതിനാണ് ഹൈക്കമാൻഡ് ശ്രമിച്ചത്. ആ ശ്രമം വിജയമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ശരി, അവിടെ ശ്രീകുമാർ മനയിൽ ഇവിടെ ഒരു കമ്മ്യൂണൽ ബാലൻസിങ് നടത്തിയിട്ടുണ്ട്. ഇപ്പം എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം വേണ്ടേ എന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യം വേണം, പ്രാതിനിധ്യമാണ് നീതി. പക്ഷേ ഈ സാങ്കേതികമായി പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിനപ്പുറത്ത് എത്രമാത്രം ടാക്റ്റിക്കലാണ് കോൺഗ്രസിന്റെ പൊസിഷൻ എന്നുള്ളത് കൂടി കാണണ്ടേ. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സാമൂഹ്യ വിഭാഗങ്ങൾ അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുക നയങ്ങളുടെയും നിലപാടുകളുടെയും കൂടി പേരിലായിരിക്കുമല്ലോ. ഓരോ വിഷയത്തിലും എടുക്കുന്ന സമീപനം എന്താണ് എന്നത് നോക്കിയായിരിക്കുമല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നേതൃത്വത്തിൽ ഇന്ന ആളുകൾ വന്നു, അതുകൊണ്ട് എല്ലാമായി എന്ന് കരുതുന്നത് അബദ്ധമാവില്ലേ? അതാണോ യഥാർത്ഥത്തിൽ വേണ്ടത്, അതോ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ വേണം? നേതൃത്വത്തിൽ ഇന്ന ആളുകൾ വന്നു എന്നുകൊണ്ട് മാത്രം കോൺഗ്രസിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഭരണത്തിലേറ്റും എന്ന് കരുതുന്നത് മൗഢ്യം തന്നെയാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പല കോണുകളിൽ നിന്ന് അനലൈസ് ചെയ്താലാണ് അഭിലാഷ് ഇത് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ, ഒന്ന് BJPയുടെ വർദ്ധിച്ച വോട്ട് വർധനവ്. 20ഓളം മണ്ഡലങ്ങളിൽ BJPക്ക് 30,000 വോട്ടുണ്ട്. BJP 30,000 വോട്ട് പിടിക്കുന്ന ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.
കാരണം എറണാകുളം ജില്ലയിൽ തന്നെ തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലങ്ങളിൽ BJP വലിയ തോതിൽ വോട്ട് ഉയർത്തുന്ന ഒരു മണ്ഡലമാണ്. പണ്ട് കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായിരുന്ന തൃപ്പൂണിത്തുറ BJP വലിയ തോതിൽ വോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം മണ്ഡലങ്ങൾ 20-25 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഈ മണ്ഡലങ്ങളിൽ BJP വോട്ട് ഉയർത്തുന്നവരും കോൺഗ്രസിൻ്റെ സാധ്യതകൾ അവിടെ കുറഞ്ഞു വരും. അവിടെയാണ് ഈ നമ്മുടെ ഈ കമ്മ്യൂണൽ ബാലൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് കൈവിട്ടു പോയ ക്രൈസ്തവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ, ദളിത് വോട്ടുകൾ അതൊക്കെ കൃത്യമായിട്ട് സമാഹരിക്കൽപ്പെട്ടാൽ മാത്രമേ ഇത് ഈ ചില 30ഓളം മണ്ഡലങ്ങളിൽ BJP ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ കഴിയുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം BJP വോട്ട് ഉയർത്തുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം അവരുടെ വോട്ട് അത്രയ്ക്കധികം ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങലൊക്കെ പോയ പോലെയുള്ള ഒരു ഒഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളാണ് പലപ്പോഴും BJP-യിലേക്ക് പോകുന്നത്. അപ്പോൾ BJP വോട്ട് ഉയർത്തും. നമ്മൾ മൂന്നാം കക്ഷിയായി BJP നിൽക്കുന്നത് ചുമ്മാ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ആ BJP പോലത്തെ ഒരു രാഷ്ട്രീയ കക്ഷി കൃത്യമായ ചില രാഷ്ട്രീയ തന്ത്രങ്ങളുമായിട്ടാണ് കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അവരുടെ മണ്ഡലങ്ങളിൽ വോട്ട് ഉയർത്തും. നിങ്ങൾ എത്ര സീറ്റ് ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. BJP കൃത്യമായി അവർ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് ഉയർത്തും. അവർ പലപ്പോഴും പ്രകടനം പോലും നടത്താത്ത മണ്ഡലങ്ങളിൽ പോലും വലിയ തോതിൽ വോട്ട് ഉയർത്തുന്നുണ്ട്. ആ വോട്ട് ഉയർത്തുന്നത് കോൺഗ്രസിന് ഭീഷണിയാവും എന്നുള്ള ധാരണ പൊതുവെ, അല്ലെങ്കിൽ അതൊരു വസ്തുതയാണ്. ആ വസ്തുത കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം നമ്മളോട് വരേണ്ടത്. ഇപ്പോൾ സണ്ണി ജോസഫ് ആയാലും അല്ലെങ്കിൽ ആൻറ്റോ ആന്റണി അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ നേതൃത്വം അല്ലെങ്കിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ UDF കൺവീനർ, മറ്റ് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ KPCയുടെ തലപ്പത്തൊക്കെ വരുമ്പോഴൊക്കെയുള്ള ഒരു പൊതുധാരണയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കുന്നു, എല്ലാ വിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ്, ഒരു മുന്നണിയാണ് UDF എന്ന് വരുമ്പോൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ ദളിത് വോട്ടുകളെയൊക്കെ കോൺഗ്രസിലേക്ക് പോയ ന്യൂനപക്ഷ ദളിത് വോട്ടുകളെ കോൺഗ്രസിലേക്ക് തിരിച്ചുവിട്ടാണ്ട് പരിശ്രമം. കാരണം രാഷ്ട്രീയത്തിൽ നമുക്ക് 2-4 എറിഞ്ഞാൽ എല്ലാം മാങ്ങ വീഴണമെന്നില്ല. നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് അറിയാന്നുള്ള വീഴുന്ന മാങ്ങ എത്രയായിരുന്നു അത്രമാത്രം രാഷ്ട്രീയത്തിലുള്ളൂ. ഈ ഒരു നില ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF-ൽ നിന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ അകലാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൽ ക്രിസ്ത്യൻ നേതൃത്വമില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ നേതാക്കളില്ല, ക്രിസ്ത്യാനികൾ ഏതോ താക്കൽ സ്ഥാനത്തില്ല എന്നുള്ള മട്ടിലല്ലല്ലോ. അതിനപ്പുറത്ത് മുസ്ലിം വിരോധം വളർന്നു വരുന്നുണ്ട്, ഇസ്ലാമോഫോബിയ വളർന്നു വരുന്നുണ്ട്. അത് വളർത്താനുള്ള വലിയ തോതിലുള്ള ഊർജം ചില ആളുകൾ ചെലവഴിക്കുന്നുണ്ട്. ചില സാമൂഹ്യ ഗ്രൂപ്പുകളടക്കം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ തരത്തിലുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായി പോകുന്ന വോട്ടുകളെ ഒരു വ്യക്തി അവിടെ കൊണ്ടു നിർത്തിയിട്ട് എങ്ങനെ തിരിച്ചു പിടിക്കാനാണെന്ന് അല്ല, അത് ഒരു വ്യക്തി എന്നുള്ളതല്ല അഭിലാഷില്ലാത്ത വിഷയം. ഒരു പക്ഷേ KPC പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോൾ ഒരു നിങ്ങൾ ഈ പറയുന്ന കാസയുടെ വിഷയം ഉയർന്നു വന്നു. കാസ ഒരു ക്രൈസ്തവ തീവ്ര നിലപാടുള്ള സംഘടന, കൃത്യമായ മുസ്ലിം വിരുദ്ധ നിലപാടുള്ള സംഘടന, അത്ഭുതപ്പെടുത്തും വിധം അതിശയിപ്പിക്കുമ്പോഴും മുസ്ലിം വിരുദ്ധ നിലപാടുള്ള സംഘടനയാണ് കാസ. ആ കാസയുടെ എന്താ പറയുക, വലിയ തോതിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ വേരുപെടുത്തുമ്പോൾ അതിനെതിരെ ഒരു കോൺഗ്രസിൻ്റെ ഉണ്ടാകുന്ന പ്രതികരണം അത് സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണോ സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണോ പൊളിറ്റിക്കലി കോൺഗ്രസിന് നല്ലത്? സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. ഇവിടെയാണ് ഇന്ന് അതിൻ്റെ പോയിന്റ് വരുന്നത്. നമ്മൾ വെറുതെ ഒരു വ്യക്തി എന്നുള്ള നിലയല്ല എടുക്കുന്നത്. ഈ പ്രതികരണം വരുന്നത് കാരണം കോൺഗ്രസ് എന്തുകൊണ്ട് പാർട്ടി CPM പോലെയല്ല. CPM-ന് ശരിയാണ്. ഇപ്പോൾ പിണറായി വിജയനോ അല്ലെങ്കിൽ ഗവി ഗോവിന്ദനോ RSS-നോ കാസയ്ക്കോ എതിരെ പറയുന്ന പോലെ ആ ഒരു മൂഡിലേക്ക് നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോഴത്തേക്ക് സണ്ണി ജോസഫ് കൃത്യമായിട്ട് അല്ല, ഒരു ക്രൈസ്തവ നാമധാരിയായ ഒരു നേതാവ്, അത്യാവശ്യം നല്ലൊരു പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി ഉള്ള നേതാവ് കാസയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ ആ സമൂഹത്തിൽ കാസയെയും ഇത്തരം തീവ്ര നിലപാടുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. വലിയ തോതിൽ ക്രൈസ്തവ സമുദായത്തിന് ഇതിനെ എതിർക്കുന്നവരുണ്ട്. അവർക്ക് അവരായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ഇത്തരം നേതൃത്വം ഉപകരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. കാരണം രാഷ്ട്രീയമാണിത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എല്ലാം മാങ്ങ വീഴണമെന്നില്ല. പക്ഷെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് സണ്ണി ജോസഫ് അല്ലെങ്കിൽ ആ പേരുള്ള ഏതെങ്കിലും ഒരാൾ ഒരു KPC അധ്യക്ഷനാണ്. അതൊരു എന്താ പറയുക, നമ്മളൊരു മുന്നോട്ടുള്ള നോട്ടത്തിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ K. സുധാകരനോ അല്ലെങ്കിൽ അടൂർ പ്രകാശോ ആ കാസയ്ക്കെതിരെ നിലപാടെടുക്കുന്നതിനേക്കാൾ എത്രയോ പൊളിറ്റിക്കലി അഡ്വാൻറ്റേജ് കിട്ടും സണ്ണി ജോസഫ് കൊടുത്താൽ. അത്തരം കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റ് ശരിയാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്ത്യൻ നാമധാരിക്ക് തന്നെയാണ് അത് ഏറ്റവും ശക്തമായ നിലപാടായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ശരിയാണ്. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വേണം. ശ്രീ നിസാം സെയ്ദ്, ഇപ്പോൾ K. സുധാകരൻ പറയുന്ന കാര്യങ്ങൾ എത്ര കാലം നിലനിൽക്കും? K. സുധാകരൻ തന്നെ പിന്നീട് അത് പറയുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. K. സുധാകരൻ്റെ പക്ഷമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ ഈ പ്രോസസ്സ് ശരിയല്ല, ഇത് ചില നേതാക്കൾ മാത്രം തീരുമാനിക്കുന്ന, അത് നടപ്പാക്കപ്പെടുന്ന തീരുമാനങ്ങൾ ചില നേതാക്കളുടേത് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിൽ ഇന്നിപ്പോൾ K. സുധാകരൻ പറഞ്ഞ വാക്കും ചില ആളുകൾ മാത്രം എടുത്ത തീരുമാനം എന്നുള്ളതാണ്. ഒരു സംഘമുണ്ട് എന്ന്, ഒരു ഉപജാപക സംഘം തീരുമാനിക്കുന്നു എന്ന അവസ്ഥ വരുന്നത് റാങ്ക് ആൻഡ് ഫയലിനെ ദുർബലമാക്കുമല്ലോ. എന്നാൽ പിന്നെ അവരങ്ങ് തീരുമാനിക്കട്ടെ എന്ന് K. സുധാകരനെ വിട്ടേക്ക്. ബാക്കിയുള്ളവരും കൂടി പല ആളുകൾ അതൃപ്തർ അങ്ങ് തീരുമാനിച്ചാൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടി എങ്ങനെ കെട്ടുടപ്പോടെ പോകും?
അതൊരു അതിവായനയാണെന്നാണ്. അങ്ങനെ വ്യാപകമായ ഒരു അസംതൃപ്തി കോൺഗ്രസിലുണ്ട് എന്നുള്ളത് ഒരു അതിവായനയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കെ സുധാകരൻ ഇന്ന് അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം സ്വാഭാവികവുമാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ്. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും വിചിന്തനങ്ങളില്ലാതെ തുറന്നടിച്ച് പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹത്തിനൊരു സ്ഥാനനഷ്ടം ഉണ്ടായപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ കവിഞ്ഞ് പ്രതികരിച്ചു. പക്ഷെ അങ്ങനെ പ്രതികരിച്ചത് അനവസരത്തിലാണ് എന്നുള്ളത് കോൺഗ്രസിൽ പൊതുവായ ഒരു വികാരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ വ്യാപകമായ അസംതൃപ്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് മറ്റാരുടെയൊക്കെയോ ആവശ്യങ്ങളാണ്. കോൺഗ്രസിന് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കോൺഗ്രസിൽ ഗ്രൂപ്പ് സംവിധാനം ഇപ്പോൾ വളരെ ദുർബലമാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്ന മുൻപ് AI ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന കാലത്ത് അത് സംസ്ഥാന തലം മുതൽ, അതായത് ഏറ്റവും ടോപ്പ് മുതൽ ബൂത്ത് തലം വരെ എത്തി നിൽക്കുന്ന കൃത്യമായ ഏതാണ്ട് സമാന്തരമായ സംഘടനാ സംവിധാനങ്ങളുള്ള ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രൂപങ്ങളായിരുന്നു. AK ആന്റണി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് ഒരു തീരുമാനമെടുത്താൽ അത് ബൂത്ത് തലത്തിൽ നടപ്പിലാക്കാനുള്ള സംവിധാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ K കരുണാകരൻ ഒരു തീരുമാനമെടുത്താൽ, ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെന്ന് തീരുമാനമെടുത്താൽ അതിനുവേണ്ടി ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളുള്ള ഒരു സംവിധാനങ്ങളായിരുന്നു AI ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അത്തരം ഗ്രൂപ്പുകൾ 2021 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നിലവിലില്ല എന്നറിയാം. ഇപ്പോൾ കോൺഗ്രസിൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ ചുറ്റിപ്പറ്റി ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളുണ്ട് എന്നുള്ളതിന് വെച്ചാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ തലത്തിൽ ഇപ്പോൾ ഗ്രൂപ്പുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മുകൾ തട്ടിലുള്ള എന്തെങ്കിലും ഒരു അസംതൃപ്തി താഴെ തട്ടിൽ പ്രതിഫലിക്കാനുള്ള യാതൊരു സാഹചര്യമൊന്നുമില്ല. താഴെ തട്ടിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജേക്കബ് ജോർജ് സാർ പറഞ്ഞതുപോലെ അവർക്ക് തെരഞ്ഞെടുപ്പുകൾ ജയിക്കണം, അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കണം, അവർക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരണം. ഒരു വിധത്തിലുള്ള ഗ്രൂപ്പ് സംവിധാനത്തെയോ ഗ്രൂപ്പ് പ്രവർത്തനത്തെയോ അസംതൃപ്തികളെയോ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് ബാധിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. മാത്രമല്ല, നേതാക്കന്മാരുടെ അസംതൃപ്തിയേക്കാളേറെ നേതാക്കന്മാർ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഓഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അവരുടെ പ്രവർത്തന മേഖലകളിൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്രമാത്രം റിസൾട്ട് അവർ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും നിലനിൽപ്പിനായി പ്രവർത്തിക്കേണ്ട അവസ്ഥ ഈ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാകും. അതാണ് ഗ്രൂപ്പ് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ജേക്കബ് ജോർജ് സാർ പറഞ്ഞു കോൺഗ്രസ് മതേതരത്വ മുഖമാണ് ഇവിടെ നിലനിർത്തേണ്ടിയിരുന്നത്. കോൺഗ്രസ് ഇങ്ങനെ സാമുദായിക സംവരണത്തിലേക്ക് അല്ലെങ്കിൽ സാമുദായിക പ്രാതിനിധ്യത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. 67-ലെയും ചരിത്രം അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സമരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ രാഷ്ട്രീയ രീതികൾ പൊതുവായി വലിയ തോതിൽ മണ്ഡൽ രാഷ്ട്രീയത്തിന് ശേഷം മാറിയത് 67-ലോ 72-ലോ ഒക്കെ കണക്കുകളെ സാഹചര്യങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവിധമായ കോൺഗ്രസ് മുൻപ് ഒരു അംബ്രല്ല സംഘടനയായിരുന്നു. എല്ലാവിധമായ സാമുദായിക വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവർക്ക് പ്രാതിനിധ്യം ഉറപ്പുകൊടുക്കാൻ കഴിയുന്ന ഒരു അംബ്രല്ല സംഘടനയായിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ്. പക്ഷെ അത്തരം ഒരു അംബ്രല്ല സംഘടന എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിനുശേഷം എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം അധികാര ഘടനയിൽ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഇന്ത്യയിലെ പൊതുവായ രാഷ്ട്രീയ അവസ്ഥ. കേരളത്തിലും ആ രാഷ്ട്രീയ അവസ്ഥ ഒട്ടും വ്യത്യസ്തമല്ല. അപ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗം സാമുദായിക സാമൂഹ്യ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരെയും ആകർഷിക്കാൻ കഴിയൂ. നമുക്കറിയാം, പിണറായി വിജയനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അദ്ദേഹം കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരാളാണ്. എല്ലാ വിഭാഗം സാമുദായിക സംഘടനകളിലെ നേതാക്കന്മാരുമായും അടുത്ത വ്യക്തിബന്ധം പുലർത്താനും അവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നേടിക്കാനും ഭരണത്തിൻ്റെ എല്ലാവിധമായ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിണറായി വിജയനെ നേരിടണമെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് രീതികൾ മുഴുവൻ മാറ്റിവെച്ചാണ് ഇത്തരമൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നത്. മുൻപ് EMS ഒക്കെ സമുദായ വോട്ടുകൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ സമുദായ നേതാക്കന്മാരിൽ നിന്നും സമുദായ അംഗങ്ങളിലേക്കുള്ള അപ്പീലുകൾ നടത്തിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലൂന്നി, ഇപ്പോൾ നമുക്കറിയാം ഗൾഫ് യുദ്ധകാലത്ത് ഞങ്ങൾ സദ്ദാം ഹുസൈൻ്റെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെയെന്ന് കേരളത്തിൽ ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് EMS ചോദിക്കുന്നത് മുസ്ലിം വോട്ടുകളെ ലക്ഷ്യമാക്കിയാണെന്നറിയാം. ഓരോ തെരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള ഓരോരോ അഭ്യാസങ്ങൾ EMS പ്രകടമാക്കുന്നുണ്ട്.
പക്ഷേ പിണറായി വിജയനിലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ മുസ്ലിം വിഭാഗത്തിൽ സമസ്തയെ തങ്ങളുടെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു, SNDP നേതൃത്വത്തെ തൻ്റെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു, ക്രിസ്ത്യൻ പുരോഹിതന്മാരെ പല വിധത്തിൽ തൻ്റെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ് പിണറായി വിജയൻ മുന്നോട്ടുള്ളത്. അതിനെ നേരിടാൻ എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസിന് കഴിയൂ. അതുപോലെ തന്നെ ശ്രീകുമാർ BJP കടന്നുവരവിനെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് BJP വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഉമ്മൻചാണ്ടിയുടെയും KM മാണിയുടെയും ഒക്കെ വിടവാങ്ങലിന് ശേഷം കൃത്യമായ ഒരു നേതൃത്വ ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. ആ നേതൃത്വ ശൂന്യതയിലേക്ക് കടന്നു കയറാനാണ് BJP ശ്രമിക്കുന്നത്. അതിന് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായി, ക്രിസ്ത്യൻ ജനസാമാന്യവുമായി ഒക്കെ സംവദിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവണം. അതിന് പറ്റിയ ആളുകൾ ആരാണ് എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസ് അന്വേഷിച്ചത്. കോൺഗ്രസ് സണ്ണി ജോസഫിലേക്ക് തീരുമാനങ്ങളിലെത്തിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഈ സംഘടനയിൽ ഉറപ്പാണ് എന്ന് കോൺഗ്രസ് ഉറപ്പുവരുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ മാത്രമേ ഇനി കോൺഗ്രസിനെന്നല്ല കേരളത്തിലെ ഏത് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശുദ്ധമായ മതേതരത്വം കോൺഗ്രസ് കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരമൊരു മതേതരത്വം, നമ്മൾ കാസ്റ്റ് സെൻസസിൻ്റെ ഒക്കെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. കാസ്റ്റ് സെൻസസ് എന്നൊക്കെ പറയുന്നത് സമുദായത്തിൻ്റെ എണ്ണമെടുത്ത്, ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങളുടെ എണ്ണമെടുത്ത് അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യം അധികാരത്തിൻ്റെ എല്ലാ ഘടനകളിലും അവർക്ക് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് കാസ്റ്റ് സെൻസസിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവ് രാഹുൽ ഗാന്ധിയാണ്. അത്തരമൊരു രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരി, രാഹുൽ ഗാന്ധിയുടെ ആ രാഷ്ട്രീയം, അതായത് ഇൻക്ലൂസീവായി നമ്മൾ കാര്യങ്ങൾ കാണണം എന്ന നില കേരളത്തിലും സ്വീകരിക്കുകയാണെന്നാണ് ശ്രീ നിസാം സെയ്ദ് അക്കാര്യത്തെ വിശദീകരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി, നമുക്കറിയാം, അദ്ദേഹം കാസ്റ്റ് സെൻസസ് മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവരുടെ ചരിത്രപരമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങി റിസർവേഷൻ അടക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമായി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മണ്ഡൽ രാഷ്ട്രീയത്തിന് വളരെ വളക്കൂറുള്ള ബീഹാർ പോലത്തെ ഒരു മണ്ണല്ല കേരളം. കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു ഉത്തരേന്ത്യൻ സമീപനം അതുപോലെ കേരളത്തിൽ പകർത്തുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാകും ശ്രീ ജേക്കബ് ജോർജ്? അല്ല, അത് ശരിയാണ്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് നിസാം സെയ്ദ് പറഞ്ഞ ആ പ്രയോഗം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എങ്കിൽ പോലും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ, ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രസക്തമാണ് അഭിലാഷ്. കാരണം ഞാൻ ഇച്ചിരി ചരിത്രത്തിലേക്ക് പോട്ടെ. EMS നമ്പൂതിരിപ്പാട് 1967 തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം കോഴിക്കോട്ട് പോയി BB അബ്ദുള്ളക്കോയ, അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗ് നേതാവ്, ആ വീട്ടിലിരുന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളുമായിട്ട് സംസാരിക്കുന്നത്. അഴീക്കോട് രാഘവനൊക്കെ ഉണ്ട് EMS നമ്പൂതിരിപ്പാടിൻ്റെ കൂടെ. 67 മുന്നണി, ഈ മുന്നണി പോരാ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ. ആ മുന്നണി പോരാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിന്നാൽ ജയിക്കാൻ പറ്റില്ല എന്ന് കണ്ട EMS നമ്പൂതിരിപ്പാട് കോഴിക്കോട്ട് പോയിട്ട് അബ്ദുള്ളക്കോയയുടെ വീട്ടിലിരുന്ന് മുസ്ലിം ലീഗ് നേതാക്കളുമായിട്ട് സംസാരിക്കുകയാണ്. സംസാരിച്ച് നീണ്ടുപോയപ്പം ഞങ്ങൾക്ക് 2 മന്ത്രിമാർ വേണം, ഒരു PSC അംഗം വേണം, ഒരു ജഡ്ജി വേണം എന്നൊക്കെ പറഞ്ഞ് ലീഗിൻ്റെ ആവശ്യം EMS ആദ്യമൊക്കെ പറഞ്ഞു, നടക്കുകയില്ല. അവസാനം പറഞ്ഞു അടുക്കളയിൽ നിന്നേ ആവി വറക്കുകയാണ് മീൻ ബിരിയാണിയുടെ. അപ്പോൾ EMS പറഞ്ഞു ശരി, നമുക്ക് ആഹാരം കഴിച്ചിട്ടാവാം. അപ്പം മീൻ ബിരിയാണി, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മീൻ ബിരിയാണി, നല്ല നെമ്മീൻ കൊണ്ടുള്ള മീൻ ബിരിയാണി കിട്ടും കേട്ടോ, അത് കഴിച്ചു എന്നും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സംഭവം ഒത്തീർപ്പായി എന്നും മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂടെ ചേർന്നിട്ട് 1967 രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രൂപീകരിക്കാൻ കാരണമായി എന്ന് ഓർക്കണം. മുന്നണി പ്രധാനമാണ്, മുന്നണിയുടെ കെട്ടുറപ്പ് പ്രധാനമാണ്. ഞാൻ വീണ്ടും വരാം. അത്രയേറെ 119 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കിയിട്ട് 2 കൊല്ലത്തിനപ്പുറം പോയില്ല. അത് പക്ഷേ MN ഗോവിന്ദൻ നായരുടെ മിടുക്ക്. അത് MN ഗോവിന്ദൻ നായർ, ആ ലീഗിനെ MN ഗോവിന്ദൻ നായർ CPI കോൺഗ്രസിൻ്റെ CPM-നകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടായി. MN ഗോവിന്ദൻ നായർ വളരെ വിദഗ്ധമായിട്ട് EMS-നെ വെല്ലുന്ന കളി കളിച്ചു, ലീഗിനെ തിരിച്ചു പിടിച്ചു, RSPയെ പിടിച്ചു. അങ്ങനെ വേറെ കോൺഗ്രസ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയാവുകയാണ്. അത് കാര്യം വേറെ. അതാണ് അതും ഇതിൻ്റെ അകത്തെ വേറൊരു കൗണ്ടർ പൊളിറ്റിക്സ് ആണ്. അങ്ങനെയാണ് കേരളത്തിൽ വലിയ വലിയ നേതാക്കളുടെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത്. പിണറായി എങ്ങനെയാണ് കളിച്ചത്? രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും കൂടി ഈ ജോസ് കെ മാണിയുടെ നേതൃത്വമുള്ള കേരള കോൺഗ്രസിനെ പുറത്താക്കിയപ്പോൾ തക്കം പാത്തിരുന്ന് അവരെ തിരിച്ചു പിടിച്ചു, അവരെ ഇങ്ങോട്ട് പിടിച്ചു. നിങ്ങളിങ്ങോട്ട് നിങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നേ അങ്ങനെ പറഞ്ഞ് ഇവിടെ കൂട്ടി. കേരളത്തിലെ ബാലൻസ് തെറ്റിയോ?
പിന്നീട് ഞങ്ങളുടെ നാട്, എൻ്റെ വീട് പത്തനംതിട്ട തിരുവല്ല കോഴഞ്ചേരി ആ ബെൽറ്റിലാണ്. മാരാമൺ, അന്ന് മാരാമൺ കൺവെൻഷൻ മർത്തോമാ സഭയുടെ വലിയ സംഭവമാണ്. മാരാമൺ കൺവെൻഷൻ RSSകാർ പ്രശ്നം ഉണ്ടാക്കി. മാരാമൺ ആറന്മുള മണപ്പുറത്ത് വെച്ച് നടത്താൻ സമ്മതിക്കില്ല എന്ന് RSS ഭീഷണിപ്പെടുത്തി. പക്ഷേ അന്ന് EK നായനാർ CPM നേതാവ് ഒരു പ്രസംഗം നടത്തി. മാരാമൺ കൺവെൻഷൻ തകർക്കാൻ വരുന്ന, തടസ്സപ്പെടുത്താൻ വരുന്നവൻ്റെ കൈ ഞങ്ങൾ വെട്ടിയെടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് പതുക്കെ. പക്ഷെ എന്നിട്ടും അവിടുത്തെ മർത്തോമക്കാരുണ്ടല്ലോ, മർത്തോമക്കാർ ഉൾപ്പെടുന്ന ക്രിസ്ത്യാനികൾ കോൺഗ്രസിനെ വിട്ടില്ല എന്ന് ഓർക്കണം. പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല ചെയ്തത്. പിണറായി വിജയൻ കുറച്ചും കൂടി, ഇപ്പോൾ സമസ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്തയുടെ നേതാവ്, സെയ്ദിനെ അറിയാമല്ലോ, നിസാം സെയ്ദിനെ അറിയാമല്ലോ. അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായ സൗഹൃദമാണ് പിണറായി വിജയന്, മുഖ്യമന്ത്രി പിണറായി വിജയന്. പക്ഷേ അതൊക്കെ ഈ പഴയ കാലത്തെ കഥകളല്ലേ ശ്രീ ജേക്കബ് ജോർജ്? ഇപ്പോൾ ഈ സമസ്തയെ ഒരു വിഭാഗം ഓപ്പൺ ആയിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ LDFനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി, പള്ളി കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ഇറങ്ങി. എത്ര വലിയ പരാജയമാണ്. എന്നിട്ടും LDF സ്ഥാനാർത്ഥി നോക്കൂ, സമുദായ നേതൃത്വം പറഞ്ഞിടത്തൊന്നും ആളുകൾ നിൽക്കുന്നില്ല, മറിച്ച് അതിനൊക്കെ ഒരു പൊളിറ്റിക്കൽ ത്രെഡ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുസ്ലിം സമൂഹം UDFനൊപ്പം നിന്നു. അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമൂഹവും LDFനൊപ്പം നിന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പിന്തുണയുണ്ടല്ലോ. സമസ്തയുടെ നേതൃത്വത്തെയോ SNDPയുടെ നേതൃത്വത്തെയോ NSSന്റെ നേതൃത്വത്തെ പിടിച്ചതുകൊണ്ട് എന്ത് കാര്യം? ഇതിനൊന്നും സ്ഥായിയായ രാഷ്ട്രീയമല്ല. ഈ സംഘടനകൾക്ക് തൽക്കാലത്തെ രാഷ്ട്രീയമേ ഉള്ളൂ അഭിലാഷ്, തൽക്കാലത്തെ രാഷ്ട്രീയമുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. മാരാമണ്ണ് മർത്തോമ പള്ളി ഞാനൊക്കെ അംഗമായ ഒരു പള്ളിയാണ് പണ്ട് കാലത്ത്. അവിടെ ഞാനൊക്കെ പള്ളിയിലൊക്കെ അന്നൊക്കെ പോകുമ്പോൾ ഒരാൾ പോലും കമ്മ്യൂണിസ്റ്റുകാരനില്ല. അവിടെ കോൺഗ്രസും കേരള കോൺഗ്രസ്സുകാരും മാത്രമേ ഉള്ളൂ. ഇന്ന് ആ നിരയിലുള്ള തിരുവല്ല മുതൽ പത്തനംതിട്ട വരെയുള്ള ആ നിരകളിൽ പള്ളികളിൽ DYFIക്കാരുണ്ട്. വേണമെങ്കിൽ ഒരു പ്രകടനം നടത്താനുള്ള DYFIക്കാരും CPMകാരും ഉണ്ട് അഭിലാഷേ. അത് കാലം മാറിയതനുസരിച്ചുള്ള മാറ്റമാണ്. ഒരു സമുദായത്തിൻ്റെയും പിന്തുണയല്ലത്, അത് മാറ്റമാണ്, അതൊരു മാറ്റമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് ക്ഷയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആൻ്റോ ആൻ്റണി അവിടുത്തെ MP ആണ്. ആൻ്റോ ആൻ്റണി ശക്തി അടിച്ച് കയറി. 2009 മുതൽ അദ്ദേഹം അവിടെ MP ആണ്. പക്ഷേ കോൺഗ്രസ്സിനെ അടിവെച്ച് തളരുകയായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടുത്തെ. എന്തുകൊണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഇത് ക്രിസ്ത്യാനികളൊക്കെ കാലം മാറിയത് കൊണ്ടല്ല, സംഘടനാപരമായിട്ട് കോൺഗ്രസ് അവിടെ ദുർബലമായി. പത്തനംതിട്ട ജില്ലയിൽ ആ ദൗർബല്യം മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ ബെല്ല് പലയിടത്തുമുണ്ട്. അത് ക്രിസ്ത്യാനികൾ അങ്ങോട്ട് മാറിയതല്ല. ക്രിസ്ത്യാനികൾ കോൺഗ്രസ് വിടാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ മാറിപ്പോകുന്നത് BJPയിലേക്കാണെന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും നോക്കേണ്ട കാര്യം തന്നെയാണ് എന്നത് ഞാൻ ഉറപ്പിച്ച് പറയും. ഇതിപ്പോ ശ്രീകുമാർ മനയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമൂഹങ്ങൾ അവരുടെ അലീജിയൻസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തുള്ള ചില കാരണങ്ങൾ കൂടി നമുക്കതിനെ കണ്ടുകൂടെ. ഇപ്പോൾ 2009 മുതൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആന്റോ ആന്റണി തുടർച്ചയായി ജയിക്കുകയാണ്. 2024 അദ്ദേഹം 4ാമത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചു. പക്ഷേ ഈ കാലയളവിൽ പത്തനംതിട്ട ജില്ലയിലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം എടുക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളും LDF ആണ് ജയിച്ചത്. 5-5. ഇപ്പോൾ ഇടുക്കി എടുക്കൂ, ഒന്നൊഴിച്ച് ബാക്കി 4ഉം LDF ആണ് ജയിക്കുന്നത്. അതേസമയം അവിടുത്തെ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം എടുത്തു നോക്കൂ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എടുത്തു നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2 പാറ്റേൺ വരുന്നു. രണ്ടാമത്തേത് ഈ 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നിയമസഭാ മണ്ഡലങ്ങളുടെ ഘടന അഡ്വാൻറ്റേജ് LDF ആണ്. പ്ലസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്സ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്സിൽ നിന്ന് വിഭിന്നമാണ്. ഓരോ MLAയും എങ്ങനെ മണ്ഡലം നോക്കുന്നു, MLAയുടെ ജനസ്വാധീനം എന്ത്, MLAക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ സോഷ്യൽ ഗ്രൂപ്പുകളെ അടക്കം മാനേജ് ചെയ്യാൻ കഴിയുന്നു, ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൂക്ഷ്മ രാഷ്ട്രീയ വിഷയങ്ങൾ മുതൽ സൂക്ഷ്മ തല സ്പർശിയായ ഇടപെടലുകൾ വളരെ 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 നിർണായകമായി പങ്കുവഹിക്കുന്ന ഇടത്ത് മുകളിൽ ഞങ്ങളുടെ സംഘടനാ ശരീരത്തിൽ അതിന് ഏറ്റവും മേൽത്തട്ടിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചതുകൊണ്ട് എന്താണ് കാര്യം? അഭിലാഷ്, അത് ഇതിനകത്ത് ഒരു 3-4 ചോദ്യങ്ങളാണ് അഭിലാഷ് ചോദിച്ചത്. നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും അസംബ്ലി ഇലക്ഷനിൽ അപ്ലൈ ചെയ്യപ്പെടില്ല കേരളത്തിൽ. കാരണം വെച്ചാൽ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നത് അത് വേറൊരു രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ്, വേറൊരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അത് പലപ്പോഴും UDFന് അനുകൂലമാകാനാണ് സാധ്യത. 2004 ഒഴിച്ച് ബാക്കി എല്ലാ 2004 96 ഒക്കെയുള്ള ആ തെരഞ്ഞെടുപ്പുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 96 10-10 ആയിരുന്നു എൻ്റെ ഓർമ്മ. 2004 ഒറ്റ UDF സീറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. അത്തരം തെരഞ്ഞെടുപ്പുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ UDFന് പൊതുവെ ഒരു മേൽക്കൈയുള്ള
തെരഞ്ഞെടുപ്പുകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ. അത് നമുക്കറിയാം, അതിൻ്റെ കാരണം നമുക്കറിയാം, ഞാൻ ആ കാരണത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാരണം തന്നെയാണത്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ മണ്ഡല പുനർനിർണ്ണയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2006 2006 കാലത്ത് ഈ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിനെ പ്രതികരിച്ച് പോയത് ഒന്ന് MP ഗംഗാധരനും 2 PP ജോർജുമാണ്. അതിൽ MP ഗംഗാധരൻ DAC-യിലേക്ക് പോകുന്നതാണ് എൻ്റെ ഓർമ്മ. PP ജോർജ് മാഷ് പിന്നെ എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. ഏതായാലും അവരവിടെ നിന്ന് ചായ വണ്ടിപ്പരിപ്പ് കഴിച്ച് പോന്നു എന്നുള്ളതല്ലാതെ കാര്യമായിട്ടൊന്നും നടന്നില്ല. പക്ഷേ ലീഗിന് വേണ്ടി പോയ KNA ഖാദറും CPM-ന് വേണ്ടി ഹാജരായ കോടിയേരി ബാലകൃഷ്ണനും കൃത്യമായിട്ട് അവരവരുടെ പാർട്ടികൾക്ക് വേണ്ടി ആ മണ്ഡലങ്ങളെ ഡിഫൈൻ ചെയ്തെടുത്തു. അത് കോൺഗ്രസിന് പറ്റിയ വലിയ വീഴ്ച തന്നെയായിരുന്നു അക്കാര്യത്തിൽ. അത് കരുണാകരൻ്റെ പാർട്ടി പിളർന്ന് വിട്ടുപോയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു മന്ദതാവസ്ഥ അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ. കാരണം അത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശൂന്യത കോൺഗ്രസ് ഉണ്ടായ സമയത്താണ് ഈ ഡീലിമിറ്റേഷൻ്റെ വിഷയമൊക്കെ വരുന്നത്. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ അയച്ച ആളുകൾക്കൊന്നും അവിടെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. കുറച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ മണ്ഡലങ്ങൾ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഔട്ട്റൈറ്റായിട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ആ മണ്ഡല പുനർനിർണ്ണയം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കോൺഗ്രസിന് മാത്രം. ഈ ലീഗിനും CPM-നും നേട്ടങ്ങളുണ്ടായപ്പോൾ കോൺഗ്രസിന് വളരെ തിരിച്ചടി. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു 40ഓളം മണ്ഡലങ്ങളിൽ LDF സുരക്ഷിതമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നമ്മൾ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ 40ഓളം മണ്ഡലങ്ങൾ LDF-ന് സുരക്ഷിതമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന് MLA-മാരുടെ പെർഫോമൻസ്, ഇതുപോലെ പരമ്പരാഗതമായിട്ട് LDF-ന് ലഭിക്കുന്ന മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ UDF-നുള്ള മണ്ഡലങ്ങൾ, പിന്നെ BJP-യുടെ കടന്ന്, ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു സംഭവം വരുന്നത്. 2021 തെരഞ്ഞെടുപ്പ് സംഭവിച്ചിട്ട് അന്ന് കൊറോണ കാലമായിരുന്നു. കൊറോണ എന്ന് പറയുന്ന സംഭവത്തെ പിണറായി വിജയന് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ LDF വിജയത്തിന് വലിയൊരു കാരണം. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി മാണി കോൺഗ്രസ് വിടുകയും ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസുമായി അത്രയ്ക്ക് അടുക്കാൻ പറ്റുന്നില്ല, ആ രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിലില്ല എന്നുള്ള പ്രചരണവും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് കോൺഗ്രസ് വലിയ തിരിച്ചടി ഉണ്ടായത്. അതിൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളുണ്ട്. കൊറോണ സർക്കാർ കൈകാര്യം ചെയ്ത രീതിയും ഈ മാണി കോൺഗ്രസ് വിട്ടുപോയ രീതിയും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബന്ധം എല്ലാം അക്കാര്യത്തിൽ വരും. അപ്പോൾ നമ്മൾ ഈ ബഹുമുഖമായ തന്ത്രങ്ങൾ കൊണ്ടാണ് അസംബ്ലി ഇലക്ഷനിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുള്ളൂ. ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ അടിയന്തര പ്രാധാന്യത്തോടെ ഹൈക്കമാൻഡ് നടപ്പിൽ വരുത്തിയത്. സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു, പുതിയ നേതൃത്വം കൊണ്ടു. അപ്പോൾ ജനങ്ങൾക്കൊരു അപ്പീൽ ഉണ്ടാകാം. ആദ്യം നേതൃത്വത്തിൽ നിന്ന് ജനങ്ങൾക്കൊരു അപ്പീൽ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയാണ് നേതൃത്വം അംഗീകരിക്കപ്പെടുന്നത്. ആ ഒരു അപ്പീലിൻ്റെ പുറത്ത് അപ്പോൾ സണ്ണി ജോസഫ് ആയാലും ഷാഫി പറമ്പിലായാലും വിഷ്ണു ആയാലും അടൂർ പ്രകാശ് ആയാലും ജനങ്ങൾക്കൊരു അപ്പീലുണ്ട്. ഈ നേതൃത്വം കൊള്ളാം, ഇവരായിരിക്കും ഇനി UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കുക എന്ന് വരുമ്പോൾ തന്നെ ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഭരണവിരുദ്ധ വികാരത്തെ, ആൻറ്റി ഇൻകംബൻസിയെ കുറച്ചുകൂടെ ടൈറ്റായിട്ട് നമുക്ക് എൻഗാഷ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ വിശാലാർത്ഥം അല്ലെങ്കിൽ കുറച്ചുകൂടെ അതൊരു നല്ല രീതിയിൽ എൻഗാജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായത്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നാനാവിധമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച്, അത് ജാതി ഉണ്ടാവും, മതമുണ്ടാവും, പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടാവും, വികസന പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം തന്നെ റോഡ് വികസനം അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളടക്കമുള്ള ഈവൻ എന്താ പറയുക നമ്മൾ തികച്ചും വളരെ സങ്കുചിതമായ ജാതി മത കാര്യങ്ങൾ പോലും അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഒരു തെരഞ്ഞെടുപ്പാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്. വളരെ നമുക്ക് അന്തം വിട്ടു. നമ്മൾ ചില മണ്ഡലങ്ങളിൽ ചെന്ന കൃത്യമായ രീതിയിൽ ചില സമുദായങ്ങൾ, ചില സമുദായ നേതാക്കളെ മാത്രം അവിടുത്തെ MLA പരിഗണിച്ചു എന്ന് പറഞ്ഞ് മറ്റു സമുദായങ്ങൾ മാറി, അങ്ങനെ അതിനെല്ലാം കമ്പൈൻ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അസംബ്ലി ഇലക്ഷനിൽ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തേക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു എനർജി നൽകുന്ന തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് സുധാകരൻ മാറ്റി സണ്ണി ജോസഫ് വരികയും പുതിയൊരു നേതൃത്വം വരികയും ഇനി DCC താഴെ പുനഃസംഘടന വേഗം വരികയും എല്ലാം ചെയ്യുന്നത്. ഇത് മുന്നോട്ട് പോയ ഇത് പ്രാണവായു പോലെയാണ്. ഇത് ഒരു കോൺഗ്രസ് ആവശ്യമായ സമയത്തുണ്ടായ ഒരു സംഘടനാ പരിഷ്കരണമാണ് ഇത് എന്നാണ് താങ്കൾ കാണുന്നത്. ഓക്കെ, ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണ്ടി. ശ്രീ നിസാം സെയ്ദ്, ഇപ്പോൾ സാമുദായിക പിന്തുണ പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികൾ നേടിയിട്ടുള്ളത് വിഷയങ്ങളുടെ പുറത്താണ്, നേതാക്കൾ എന്നുള്ളതൊരു വിഷയങ്ങളുടെ പുറത്താണ്. നേരത്തെ താങ്കൾ ഇപ്പോൾ സദ്ദാം ഹുസൈൻ്റെ കാര്യം 91-ലെ തെരഞ്ഞെടുപ്പിൽ, 91-ലെ ഈ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഉപയോഗിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഓരോന്നും 2004-ൽ ഉപയോഗിച്ചിട്ടുണ്ട്, അക്കാലത്തെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം മാറി മാറി വരികയാണ്. ഇപ്പോൾ ബീഫ് 2015-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2015-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയമായിരുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ ഹഗിയ സോഫിയയിൽ എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ലീഗിൻ്റെ മുഖപത്രത്തിൽ വന്ന ഒരു ലേഖനം പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തി.
അന്ന് ലീഗിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിക്കുന്നതും കോഴിക്കോട്ട് ചർച്ചകൾ നടത്തുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും അന്നത്തെ UDF കൺവീനർ MM ഹസനെയും കൂട്ടിക്കെട്ടി അമീർ, കുഞ്ഞാലിക്കുട്ടി, ഹസൻ സഖ്യമാണ് UDF നയിക്കുന്നതെന്ന് പറഞ്ഞു. വലിയ അപലപനമൊക്കെ വന്നു. പക്ഷേ അതൊക്കെ ഏത് തരത്തിലാണ് അവർക്ക് വേറെ തരത്തിൽ നേട്ടമായതെന്ന് നമ്മൾ കണ്ടു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നേതൃത്വത്തെ പ്രതിഷ്ഠിക്കുന്നതിനപ്പുറത്ത് ടാക്ടിക്സും സ്ട്രാറ്റജിയും കൂടി പ്രധാനമാണല്ലോ. അക്കാര്യത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? അഭിലാഷ്, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം കൊണ്ടല്ല, നമുക്കെല്ലാവർക്കും അറിയാം ഒട്ടേറെ ഘടകങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. ഇപ്പം ന്യൂനപക്ഷങ്ങൾ ഓരോ സമുദായങ്ങളെയും തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പലവിധമായ സ്ട്രാറ്റജി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കും. ഇപ്പോൾ ഹാഗിയ സോഫിയ വിഷയമൊക്കെ എങ്ങനെയാണ് CPM ഉപയോഗിച്ചതെന്ന് അഭിലാഷൻ്റെ പറഞ്ഞു. അതിനൊരു പശ്ചാത്തലം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ഉം BJP-യും മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്താൽ ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏതാണ്ട് 45% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു കണ്ടെത്തലിലേക്കാണ് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM എത്തിയത്. അവരതിൻ്റെ സൂക്ഷ്മമായി ശ്രമിച്ചത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി. അത് ദ്വിമുഖമായ ഒരു ആസൂത്രണമാണ് നടത്തുന്നത്. ഒരു വിഭാഗം കോടിയേരി ബാലകൃഷ്ണൻ്റെയും വിജയരാഘവൻ്റെയും നേതൃത്വത്തിൽ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുകയും കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിനെ നിർണ്ണയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെ, സോളിഡാരിറ്റി പോലെ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളാണെന്ന് ആരോപിക്കുകയും ഈ സംഘടനകളുടെ തടവിലാണ് മുസ്ലിം ലീഗ് എന്ന് വരുത്തി തീർക്കുകയും UDF രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് വരുത്തി തീർക്കുകയും അത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കുകയും ഇങ്ങനെ വളരെ ആസൂത്രിതമായി മറ്റ് വിഭാഗങ്ങളിൽ ഒരു മുസ്ലിം ഭീതി സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്നുള്ളതിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. അതേസമയം തന്നെ പിണറായി വിജയൻ RSSൽ നിന്നും മുസ്ലിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഏകയാൾ താനാണെന്നുള്ള പ്രതീതി, അങ്ങനെ ഒരുപോലെ മുസ്ലിം വിരുദ്ധ നിലപാടും മുസ്ലിങ്ങൾക്ക് അനുകൂലമായ നിലപാടും സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകളെയും ക്രിസ്ത്യൻ വോട്ടുകളെയും UDFൽ നിന്ന് അകറ്റാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ 2019 ശേഷം നടന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനമാണ് 2021 തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. 2021 തെരഞ്ഞെടുപ്പിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെ പല ഘടകങ്ങൾ വർക്ക് ചെയ്തു. അതിൽ പ്രധാനമായും കൊറോണ ആണ്. പക്ഷേ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടു പോയതുകൊണ്ടാണ് മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടായത്, UDFന് ക്ഷീണമുണ്ടായത് എന്നുള്ളത് യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും അടുപ്പമുള്ള ഒരു കാര്യമാണ് ഞാൻ കരുതില്ല. കേരള കോൺഗ്രസ് മുന്നണി വിട്ടു പോകുമ്പോൾ കേരള കോൺഗ്രസ് മുന്നണി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ ഒക്കെ ഇടത് പ്രതിനിധികൾ ഉണ്ടാവുമായിരുന്നോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതുകൊണ്ട് കോൺഗ്രസിന് ലഭിച്ച രണ്ട് മണ്ഡലങ്ങൾ ഞാൻ പറയാം. ചാലക്കുടിയിലും പെരുമ്പാവൂരിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികളായിരുന്നെങ്കിൽ കോൺഗ്രസിന് ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയില്ലായിരുന്നു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളായതുകൊണ്ടാണ് ചെറിയ വോട്ടിനെങ്കിലും ചാലക്കുടിയിലും പെരുമ്പാവൂരിലും കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഈ 2 സീറ്റുകളും അല്ലെങ്കിൽ LDFൻ്റെ CPM സ്ഥാനാർത്ഥികളായിരുന്നെങ്കിൽ അവർ വിജയിച്ചാൽ. റാന്നി സീറ്റ് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കയ്യിലേക്കാണ്. അവിടെ CPM ആണ് മത്സരിച്ചിരുന്നെങ്കിൽ ഇതിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ. ആകെപ്പാടെ വ്യത്യാസമുണ്ടായിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി 3 മണ്ഡലങ്ങളിലാണ്. അതിൽ പൂഞ്ഞാറിൽ PC ജോർജിനെതിരെ ആര് വിജയസാധ്യതയുണ്ട് എന്നുള്ള ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിലാണ് അവിടുത്തെ മുസ്ലിം വോട്ടുകൾ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയും ആ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തത്. അതിന് കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റവുമായി യാതൊരു ബന്ധമില്ല. കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ ജോസ് കെ മാണി 15,000 വോട്ടിനാണ് പാലായിൽ പരാജയപ്പെട്ടത്. അപ്പോൾ പൊതുവായി ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്കിടയിലുണ്ടായിരുന്ന ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തിൻ്റെ ഗുണഭോക്താക്കളായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാറി എന്നതൊഴിച്ചാൽ കേരള കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ യാതൊരു സ്വാധീനവുമില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തോമസ് ചാഴികാടൻ ജയിച്ചില്ല? കഴിഞ്ഞ പ്രാവശ്യം 2019 തോമസ് ചാഴികാടൻ 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തികച്ചും വ്യത്യസ്തമാണ്. പാർട്ടി എന്ന നിലയിൽ ആഴത്തിൽ പഠിച്ചാൽ ശ്രീ നിസാം ഇപ്പൊ ചില മണ്ഡലങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ കോട്ടയം അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ മണ്ഡലം മാത്രം എടുക്കണ്ട, ഒന്ന് മലബാറിലെ മണ്ഡലങ്ങളെല്ലാം എടുക്കും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, ഇപ്പോൾ തിരുവമ്പാടിയിൽ അവിടെ
UDF പരാജയപ്പെടുമ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു പഞ്ചായത്തിലെ, അതായത് കോൺഗ്രസിന് പഞ്ചായത്ത് ഭരണമുള്ള, വലിയ കോൺഗ്രസ് കോൺസെൻട്രേഷനുള്ള, വലിയ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു ഒറ്റ പഞ്ചായത്തിലെ വോട്ട് എങ്ങനെയാണ് ലിൻഡോ ജോസഫിന് അനുകൂലമായി തിരുവമ്പാടി മണ്ഡലത്തിലെ ജയം തന്നെ മാറ്റിമറിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ വോട്ടിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആണ് എല്ലാ വോട്ടും കൊണ്ടുവന്നതെന്നും ഞാൻ പറയല്ല, ഈവൻ ഇതുപോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വരുത്താൻ കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് തിരുവമ്പാടിയിലെ രാഷ്ട്രീയം വളരെ വ്യത്യസ്തമാണെന്ന് അഭിലാഷിന് അറിയാം. 2011 തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് തിരുവമ്പാടി ബിഷപ്പ് തന്നെ ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് ഒരു കോംപ്രമൈസിലെത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആ മണ്ഡലം വിട്ടുകൊടുക്കാമെന്ന് മുസ്ലിം ലീഗ് ഒരു ധാരണ ഉണ്ടാക്കിയതായി പറയപ്പെടുന്നു. അവിടെ പരമ്പരാഗതമായി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ആ മണ്ഡലത്തിൽ പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായിരുന്നു വിജയിച്ചുകൊണ്ടിരുന്നത്. സിറിയക് ജോൺ വിജയിച്ചു, PP വിജയിച്ചു, അങ്ങനെയൊക്കെയുള്ള ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായിരുന്നു അവിടെ വിജയിച്ചുകൊണ്ടിരുന്നത്. അവർ മാറി അത് ആ മണ്ഡലം സ്വാഭാവികമായും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് 4-5 മാസം മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്ത ആളുകൾ വലിയ വിഭാഗം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെ UDF ഒരു MLA ഉണ്ടായേനെ. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്കിതാ ഏറ്റവും വടക്ക് മുതൽ ഇങ്ങിതാ ഇവിടുത്തെ കോവളം വരെയുള്ള മണ്ഡലങ്ങൾ നോക്കി അതിന്റെയൊക്കെ മാറ്റം മറിച്ചിലുകൾ കാണാം എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് കേരള കോൺഗ്രസ് കാരണമല്ല എന്നുള്ളതാണ് എൻ്റെ വാദം. ശരി, അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ. അഭിലാഷിന് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, പി അൻവർ രാജിവെച്ച് അന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ അഭിലാഷിനോട് പറഞ്ഞതാണ്. ഇപ്പോൾ അതിനുള്ള നീക്കങ്ങൾ വളരെ ഊർജിതമായി നടക്കുന്നു. കാരണം നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു കോമ്പോസിഷൻ ആ തരത്തിലാണ്. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അതിനകത്ത് പെട്ടെന്ന് സമയം ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി, ഈ 3 പേരായിരുന്നു UDF ആണിക്കല്ലുകൾ. അതിലൊരു ആണിക്കല്ലാണ് മാറിയത് ജോസ് കെ മാണിയിലൂടെ എന്ന് ഓർക്കണം നിസാം സെയ്ദ്. ശരി, ഓക്കെ, നമുക്ക് സമയം അവസാനിച്ചു. സൂപ്പർ പ്രൈം അവസാനിക്കുകയാണ്.